ഗൈസ് ഇവിടെയൊക്കെ കണ്ടോ വെള്ളം കയറിയൊക്കെയാണ്. റോഡും അതുപോലെയൊക്കെ തന്നെ വെള്ളത്തിലാണ്. ആ വീടൊക്കെ കുറച്ചും കൂടി വെള്ളം കയറിയ ആ വീട്ടിലൊക്കെ വെള്ളം കയറും. ഇപ്പോൾ ഇവിടെ പണിയുന്ന വീട്ടിലൊക്കെ കുറച്ച് മുകളിലാണ് പണിയുന്നത്. പക്ഷേ അതെ ഈ വീട്ടിലൊക്കെ വെള്ളമാണ്. വാ വെറൈറ്റി ബ്രിഡ്ജാണല്ലോ. ഗൈസ് നമ്മൾ മലരിക്കൽ എത്തിയിരിക്കുകയാണ്. ഉല്ലാസയാത്ര KSRTC ബസ്സൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഇറക്കി വിട്ട് നടന്നു പോകണം തോന്നുന്നു. ഗൈസ് ഇപ്പോൾ വരുന്നവരുടെയൊക്കെ കയ്യിൽ ആമ്പൽ മാത്രമേ ഉള്ളൂ. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആമ്പൽ കിട്ടുമെന്നുള്ള കാര്യം സംശയമാണ്. ചുമ്മാ കിട്ടിയാന്ന് പറഞ്ഞാൽ എല്ലാവരും കുറച്ചുകൊണ്ടങ്ങ് പോയി. അത് 1000 രൂപയ്ക്ക് വഞ്ചി പോലെ അപ്പൊ കിട്ടണൊക്കെ പറക്കിയെടുക്കായിരിക്കും. നമ്മള് മലരിക്കൽ വന്നിട്ട് ആൾക്കാരുടെ കയ്യിൽ മാത്രമാണ് ആമ്പല് കാണുന്നത്. ബാക്കിയുള്ളവർക്കും കൂടെ എന്തെങ്കിലും ഇത് ചെയ്ത് വെച്ചിട്ട് പോകണ്ടായിരുന്നു. എല്ലാവരും പാർക്കിംഗ് എവിടെ കാണിക്കണേ? ഓ ഇല്ല, ഈ ഒരു സ്ഥലത്തെ ഇത് ഒരു പട്ടിക്കുക്കം പോലും പറ്റാത്ത സ്ഥലമായിരുന്നു. ഇപ്പൊ ഈ ഒരു പിന്നെ ഇവിടെയുള്ള ആൾക്കാരും ഈ വഴിയുടെ അടുത്തുള്ള വീട്ടുകാരും ഇവിടെ ആൾക്കാരെ കൂടുതൽ ബോട്ടിംഗ് ആയിട്ടും പല രീതിയിൽ ആൾക്കാർ ബിസിനസ് ചെയ്യാൻ നിർത്തും. ആരും തന്നെ വന്നോണ്ട് സ്ഥലം ആമ്പലല്ലേ ഇത്, മറ്റേ സാധനം വഞ്ചി പോണം അല്ലേ? ഇവിടെ കണ്ടോ വഴിയുടെ സൈഡിൽ പാർക്ക് ചെയ്യുന്നുണ്ട്. ഇവർ 50 രൂപ. നിങ്ങൾ മലരിക്കൽ വരുമ്പോൾ രാവിലെ 9 മണിക്ക് മുമ്പ് വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലേ ആമ്പല് പൂത്ത് വെക്കുന്ന കാണാൻ പറ്റുള്ളൂ. ഇവിടെ സോഡാനങ്ങളത്തിന് 30 രൂപ. ഞാൻ 50 രൂപയ്ക്കാണ്. അതെ ഇതിന്റെ മുമ്പിലേക്ക് ഇടാം. സ്ഥലമുണ്ട് ഇവിടെ. ഇവിടെ എടുത്തേക്കോ. ഇവിടെ എടുക്കുന്ന ആൾക്കാർക്ക് പൈസ വാങ്ങിക്കാൻ പറ്റുമല്ലോ. മേടിക്കാം. നാട് വരും. ഇവിടെ മൊത്തം വഞ്ചികളാണ്. നമ്മളിപ്പോൾ ഒരു വഞ്ചി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വഞ്ചി. ഞാൻ അടുത്ത് പിടിച്ചു തരാം. മാറ ഓക്കെ കേറിക്കോ. ഇവിടെ ഇരിക്കും. ഇവിടെ ബാക്കിലാണോ ഒരാള്? അവിടെ കയറിക്കോ. അവിടെ ഇരുന്നാ ഓക്കെ. ഞാൻ കയറിക്കോട്ടെ ഏട്ടാ, പേടിക്കണ്ട. ചേട്ടൻ്റെ പേരെന്താട്ടാ? ഓക്കെ, നമ്മൾ സജിച്ചേട്ടൻ്റെ വെള്ളത്തിലാണ് നമ്മൾ പോകുന്നത്. അമ്മ വീണിട്ട് എന്താ പറ്റിയേ? അമ്മ വന്ന് ചെറുതായിട്ട് വീണു ഗൈസ്. ഞാൻ ഇളക്കുന്നില്ല. ആ ചേട്ടൻ ആ സൈഡിൽ പോകുമ്പോ ആ സൈഡിലേക്ക് പോവില്ലേ? അതുപോലെ തന്നെ വെക്കും. ഇല്ല, പേടിക്കണ്ട. അമ്മ പേടിക്കണ്ട. അമ്മ എല്ലാവരും ചേച്ചി പേടിയൊന്നുമില്ലല്ലോ അല്ലേ?
അങ്ങോട്ട് അധികം വരണ്ട കേട്ടോ. ഇല്ല അമ്മ എന്നാ ഞങ്ങളുടെ രണ്ടുപേരും എടുത്ത് ഗൈസ് അമ്മയ്ക്ക് കൊടുക്കാൻ ക്യാമറ. അമ്മ ഒന്ന് ചെറുതായിട്ട് വീണായിരുന്നു, അതിന്റെ ചെറിയ ക്ഷീണം ഉണ്ടാവും. കണ്ടില്ല ഞാൻ അവിടെ നല്ല ഒന്നൊന്നര വീഴ്ച അമ്മ. ഓക്കെ ഗൈസ് നമ്മുടെ മോട്ടോർ സ്റ്റാർട്ടായി, നമ്മളിപ്പോൾ പറന്നു പോകുന്നതാണ്. ഓക്കെ നമ്മുടെ മാലദ്വീപ്സിൽ പോയ ബോട്ടിൻ്റെ ഒരു സെയിം ഫീൽ, പക്ഷെ അത് വേറെ സ്പീഡ് ബോട്ടായിരുന്നു, ഇത് സാധാ ബോട്ട്. ആ ഇത് ഒരാള് പേടിച്ചിരിക്കുന്നുണ്ട്. ആ ഇത് ബോട്ടല്ല, ഇത് വെള്ളമാണ്. തരുമോ മമ്മി? ചേട്ടി ഇത് വെള്ളമല്ലേ? ബോട്ട്. അത് സൈച്ചേട്ടൻ ബോട്ടാന്ന് പറഞ്ഞേക്കാണ്, ആരും വെള്ളം എന്ന് വിളിക്കരുതെന്നാണ് സൈച്ചേട്ടൻ പറയുന്നത്. അതിന് തിരിഞ്ഞാ പോരെ ചേച്ചി? അപ്പുറത്തേക്ക് ഇരുന്നോ, കാലിട്ട് വെച്ച്. അതിന് ചേച്ചി അങ്ങോട്ടിരുന്നോ, നമ്മുടെ ഫോട്ടോഗ്രാഫർ ഉണ്ടോ? ചേട്ടാ ആമ്പല് പറിക്കാലോ അല്ലേ? ആ അങ്ങോട്ട് പോവാം. ഓക്കെ ഓക്കെ, ആമ്പല് പറിക്കാനുള്ള സെറ്റപ്പ് സൈച്ചേട്ടൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇവിടെ വരുമ്പോൾ സജിച്ചേട്ടൻ്റെ ബോട്ട് എടുക്കുക. എടാ പേടിയുണ്ടോടാ? ഇരിക്കി 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 ഇരിക്കി. ഗൈസ് ഒരു ടീം ഉല്ലാസയാത്ര കഴിഞ്ഞു വരുന്നുണ്ട്, അവരുടെ കൈ നിറയെ ആമ്പലാണ്. ഗൈസ് ഇത് നമ്മുടെ ഇവിടെ പാടത്ത് കാണുന്ന പൂവാണ്. ആമ്പലിൻ്റെ വേറെ ഉണ്ട്, നമ്മൾ അടുത്ത് എത്തിയിട്ട് ആമ്പലിൻ്റെ നല്ല നല്ല വിഷ്വൽസ് ഇടുന്നതാണ്. നമ്മൾ 5 പേർക്കൂടെ 500, ഒരാൾക്ക് 100 അല്ലേ? ഒരു ബോട്ടിനാണോ റേറ്റ്? ഗൈസ് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത ഇതുള്ള സ്ഥലത്തേക്ക് പോകണ്ടോ? ഇത് അവിടെ അങ്ങോട്ട് വഴിക്കോ? ഗൈസ് അടുത്ത മാസമാണ് ശരിക്കും പൂവുണ്ടാവുക. അപ്പോൾ ജൂലൈയോ? ജൂലൈ അല്ലേ? ഓക്കെ, അപ്പോൾ ജൂലൈയിൽ നിങ്ങൾ വരാണെങ്കിൽ ഇവിടെ നിറച്ച് പൂവായിരിക്കുന്നതാണ് സൈച്ചേട്ടൻ പറയുന്നത്. അപ്പോൾ സൈച്ചേട്ടൻ ഇവിടുത്തെ നാട്ടുകാരനായതുകൊണ്ട് ഇതാണ്. അപ്പോൾ സൈച്ചേട്ടൻ നമ്മളിപ്പോൾ ഗൈസ് ഇത് കൊളക്കോഴി എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. അത് കൊളക്കോഴി അല്ലേട്ടാ? കൊളക്കോഴിയല്ലേ? കൊളക്കാക്ക എന്തത്? സൈച്ചേട്ടന് നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല, കുഴപ്പമില്ല. നമ്മൾ കൊളക്കോഴി എന്ന് പറയും അതിനെ. നമ്മൾ ആമ്പലുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. ഇവിടെ ഓരോരുത്തർ ഓരോ ഏരിയ സെലക്ട് ചെയ്ത് വെച്ചേക്കാണ്. അതെ, ആഞ്ഞില്ല. എൻ്റെ വൈഫിന് ചെറിയ പേടി. അത് പറയണോ? അത് വേണ്ട. ഗൈസ് ഈ പൂ നമ്മൾ പറിക്കാണ്. പിടിക്ക്. യെസ് ഗൈസ്, എവിടെ പറപ്പിക്കില്ലാന്ന്? അത് ശരിയാ, ഈ എല്ലാവരും പറിച്ചു കഴിഞ്ഞാൽ പിന്നെ പൂവുണ്ടാവൂല്ലോ. അവിടെ സ്ഥലമുണ്ടോ? എവിടെ? രണ്ട് നീങ്ങാണേട്ടാ. നിക്ക് ഞാൻ എടുക്കാം. മാറി അവിടെ. ആ ഓക്കെ. നമ്മൾ ചേട്ടാ ഒരിച്ചിരി കൂടി മുന്നോട്ട് എടുത്ത്. എടാ അമ്പാനി ഇങ്ങോട്ട് വരില്ല, അവിടെ നിൽക്ക്. ഒരു പൊടിക്കണി മുന്നോട്ട് കുത്തോട്ടാ. യെസ്, ഞാൻ തന്നെ പൂ പറിക്കുന്നു ലൈവ്. അത് ഞാൻ ചോദിച്ചു, ഇത് പിടിച്ചിട്ടാ ഫോർ യു. അയ്യോ സോറിടാ,
അടുത്ത സാധനം കിട്ടും. അല്ല ഒരെണ്ണം കൂടി, ഒരു പൂ കൂടി. പക്ഷെ ഇവിടുന്ന് പോണില്ല കേട്ടോ, ഇവിടുന്ന് പോണില്ല ആൾക്കാര്. എന്തോരം പൂ കുറച്ചിട്ടാ പോണേ, കിൻഡല് കണക്കിന് പൂ കൊണ്ടാ പോണേ. ഞാൻ വീഡിയോയിൽ പറഞ്ഞു നിങ്ങൾ ഇനി വരുമ്പം പൂ കാണാൻ പറ്റില്ല, ഇവിടുന്ന് പോണ ആൾക്കാർ പൂ പറിച്ചുണ്ട്. നമ്മൾ വേണ്ടാന്ന് വെക്കുമ്പോൾ സഹിച്ചാൽ നമ്മളെ പ്രൊമോട്ട് ചെയ്യുകയാണ് ഗൈസ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വരുമ്പോൾ നിങ്ങളൊരു ഫാമിലി ആയിട്ട് വന്ന് 1-2 പൂ മാത്രം പറിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇവിടെ ഒരുപാട് പൂത്ത് നിന്നാലാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന, അതെ ഇവിടെ മൊത്തം പൂത്ത് നിൽക്കുമ്പോൾ ആ ഒരു ഭംഗി കിട്ടുന്നെങ്കിൽ. വീണ്ടും വരും. വൈകിട്ടാണോ? നല്ല അമ്പലത്തിൽ ഫോട്ടോ എടുക്കട്ടെ. ഗൈസ്, അനുചേച്ചി വെള്ളത്തിലേക്ക് ചാടാൻ പോകുന്ന അത്യപൂർവ കാഴ്ചയാണ്. ആ വലിക്ക്. ആ ഓക്കെ, അനുചേച്ചിയുടെ ആഗ്രഹ സാഫല്യം പൂ ഉറച്ചിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, നമ്മള് വെള്ള ആമ്പൽ കാണാൻ പോവുകയാണ് ഗൈസ്. ഇത്തിരി നിങ്ങളുടെ നോക്ക്. നമ്മുടെ സൈറ്റ് നമ്മളോട് എണീറ്റ് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ അതെ രണ്ടുപേരും എടാ നടക്കണ്ട, എണീറ്റ് നിന്നാ മതി, ബാലൻസ് കൂടെ പൊന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എണീറ്റ് നിൽക്കുകയാണ് ഗൈസ്. ഗൈസ് നമ്മള് വെള്ള അമ്പലിന്റെ അടുത്തേക്ക് പോവാണ്. ചേട്ടാ വഞ്ചിയുടെ നമ്പറാണ് 330. വഞ്ചിയുടെ ബോട്ടിന്റെ നമ്പറാണോ 330? ഓക്കെ ഗൈസ്, അപ്പൊ സൈച്ചേന്റെ ബോട്ട് 330 ആണ് കേട്ടോ, 330. പിന്നെ സൈച്ചേന്റെ നമ്മള് സെൽഫി എടുത്ത് നമ്മുടെ കവർ പിക്ക് ഇടുന്നതാണ്. അപ്പൊ എല്ലാവരും സജിച്ചേന്റെ ബോട്ടിൽ തന്നെ കയറാം. വെള്ള അമ്പലിന്റെ അടുത്തേക്ക് വരാണ്. അടുത്ത മാസം നിങ്ങൾ എല്ലാവരും വന്നാൽ മതി. ചേച്ചി അത് പറിച്ചോ. അത് പോയി, അത് ആ ചേട്ടൻ പറിച്ചോളൂ. കേട്ടു ചേട്ടന് സജിച്ചേട്ടാ നമുക്ക് ആങ്കിളിനെ എന്താ വാങ്ങിച്ചിട്ടോ. ആ നിനക്ക് ഒരു ഫോട്ടോ എടുക്കട്ടെ ഇങ്ങനത്തെ ഗൈസ്. നല്ല അടിപൊളി. ഒന്ന് ഇത് പിടിച്ച് ഒരു മിനിറ്റ് ഇങ്ങോട്ട് നോക്കിയിട്ട്. ഹായ് ഗൈസ്. ഓക്കെ, ഇവിടെ അത് കാണിച്ച വീഡിയോയിൽ കാണിച്ച വെള്ളാമ്പൽ. ആ ചേട്ടൻ കുറച്ച് മുന്നോട്ട് പോകും. ഇത്തിരി നേരെ മുന്നോട്ട് നോക്കട്ടെ. അവിടെ ഇവിടെ റൈറ്റ് സൈഡിൽ എവിടെ ഏത് പറിക്കാനാ പോണേ ചേച്ചി? ആ ഒരു മിനിറ്റ്. ഇത് മൊത്തം എടുത്തോ പോരെ. മിനിറ്റായി ഗൈസ്. അപ്പോൾ അടുത്ത മാസം ഇതൊക്കെ ഇവിടെ പൂത്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആമ്പല് കാണാം. വെള്ള കിട്ടി. ആ നീ അവിടെ പോയി എവിടെയെങ്കിലും ഇരുന്നേ, അമ്മമ്മയുടെ അടുത്ത് പോയി.
ഓക്കെ, ഇവിടെ നിൽക്കാന്ന് പറഞ്ഞപ്പോഴേക്കും വികൃതി ഇതാക്കി തുടങ്ങി. ചേച്ചിക്ക് ആവേശമായി പൂ പറിക്കാനായിട്ട്. എനിക്കും പറിക്കണം. ഡീർ പറിച്ചോ? ഇതല്ല എനിക്കടാ, ഡീറോട് നിന്നാ മതി. ചേട്ടാ ഇത്രയും കൂടി മുന്നോട്ടാക്കിട്ടോ. ഇവിടെ നിന്നോ, ഇവിടെ നിന്ന് ഞാൻ പിടിച്ചോ. ആ മതി ചേട്ടാ. ആ എന്നിട്ട് പൊക്കിക്കോ. ആ യെസ് ഗൈസ്, യെസ്. ആ എന്താ സന്തോഷം ആമ്പല് പറിച്ചേൻ്റെ. മതി ചേട്ടാ, ഇനി പറിക്കണ്ട, ഇവിടെ നിന്നോട്ടെ. ആ തന്നെ ഇവിടെ നമ്മള്. ആ ശരി ഗൈസ്, ഇനി നമ്മൾ അവിടേക്കാണ് പോകുന്നത്. എൻ്റെ ബ്രൈറ്റ്നസ് ഇല്ലാത്തതാണോ അതോ വീഡിയോക്ക് ഇല്ലാത്തതാണോ അറിയില്ല ഗൈസ്. ഓക്കെ, എന്തായാലും അവിടെ എത്തുമ്പോൾ കാണാം. നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത്. അതെ, വെള്ളം ഇവിടെ ഫുൾ പൂത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. എടാ ഇവിടെ നോക്കിയേ, മേലെ മച്ചിലെ കിട്ടിയ ചേച്ചി. പറയുന്ന സംഭവം കാണുന്നില്ല ഈ സമയത്ത്. ഇവിടെ മൊത്തം കാണിക്ക് പൂ കാണുന്നില്ല. കുങ്കു അങ്ങനെ പിടിക്കും, ഫോട്ടോ എടുത്തു തരാം. നമ്മളിനി നേരെ പോകുന്നത് ഒരുപാട് ആമ്പലുള്ള സ്ഥലത്തേക്കാണ്. വീഡിയോയിൽ കിട്ടുമെന്നറിയില്ല ഇത് പുല്ലിന്. ഓ യെസ്, കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫ്രണ്ടിലാണ് ഗൈസ്. ഒരുപാട് ആമ്പലൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണിക്കുന്ന വ്യൂവിൽ ആ കറക്റ്റായിട്ട് കിട്ടിയാണ്. അവിടെ കുറച്ച് ആമ്പലൊക്കെ ഉണ്ട്. ഉണ്ടായി തുടങ്ങുന്നുള്ളൂ ആമ്പല്. അതായത് വൈകുന്നേരമാണ് ആമ്പല് പൂക്കുക. അപ്പോൾ നമ്മുടെ സജിച്ചേട്ടൻ പറഞ്ഞു, നീ ഇവിടെ നിന്നു. അപ്പോൾ സജിച്ചേട്ടൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വന്നം, അടുത്ത മാസം വൈകുന്നേരം വന്നം. എടാ നീ ഇവിടെ നിന്നേ നോക്കട്ടെ, നീ പൂ കാണിച്ചേ. ഇവിടെ ആഴം കുറവായിരിക്കും. ഐ ലവ് യു. എടാ നിക്ക് ഗൈസ്, ഇത് നെൽപ്പാടമാണ്. ഇവിടെ വെള്ളം കയറിയേക്കണോണ്ട് ഇത് അയക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ചേട്ടാ, ഇവിടുന്ന് പൂ പറിക്കാൻ പാടില്ലല്ലോ. ഇവിടുന്ന് പൂ പറിക്കാൻ പാടില്ലല്ലോ ഗൈസ്. ഈ ഒരു ഏരിയയിൽ നിന്ന് പൂ പറിക്കാൻ പാടില്ല. ഇത് ഇവര് അതെ ടൂറിസ്റ്റ് അട്രാക്ഷൻ ഏരിയ ആണ്. സൈച്ചേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. സൈച്ചേട്ടൻ പ്രത്യേകം പറഞ്ഞു നമ്മളോട് ഈ ഏരിയയിൽ നിന്ന് പൂ പറിക്കരുതെന്ന്. ഗൈസ്, ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്ന പോലെ ഇനിയിപ്പോൾ നമുക്ക് ആ ഫോട്ടോ എടുക്കാം ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് ഇല്ല ഒറ്റ പൂവ് ഇവിടെ ഒന്നും പറിക്കാൻ പാടില്ല. ഇവിടെ പൂവ് ഉണ്ടായാലാണ് ആൾക്കാർ ഇവിടെ കാണാൻ വേണ്ടി വരുള്ളൂ. സോ നമ്മൾ പൂ പറിക്കുന്നില്ല ഗൈസ്. ഇനിയിപ്പോൾ നമുക്കിവിടെ ഫോട്ടോ സെക്ഷനിലേക്ക് കിടക്കാം. അതെ, അത് അങ്ങോട്ട് വെച്ചാൽ പോരെ. ഏതാ ആണല്ലേ? ഇത് രാവിലെ ഇതൊക്കെ വിടർന്നിരിക്കുകയായിരുന്നു. ഇനി ഇത് വൈകുന്നേരം വിടരുള്ളൂ അല്ലേ? ഓ രാവിലെ എത്ര മണിക്ക് മുമ്പ് വരാണെങ്കിൽ? ഓക്കെ ഗൈസ്, ജൂലൈയിൽ നിങ്ങൾ വരാണെങ്കിൽ രാവിലെ 9 മണിക്ക് മുമ്പ് വന്നാൽ ഇപ്പോൾ ഈ മുട്ട് പോലെ നിൽക്കുന്ന എല്ലാം രാവിലെ വിടരുന്നതാണ്. ഇനി ഇത് വൈകിട്ടേ വിടരുള്ളൂ. വൈകിട്ട് എത്ര മണിക്ക് ശേഷം ഏട്ടാ? രാത്രി 7 മണിക്ക് ശേഷം. അപ്പോൾ ഇത് കാണുന്നത് എങ്ങനെയാ?
ആ വിരിയുന്നത് 7 മണിക്കാണ് വിരിയുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. ആ വിരിഞ്ഞത് രാവിലെ 9 മണിയാകുമ്പോൾ ചുരുങ്ങും അല്ലേ? ഓക്കെ ഓക്കെ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾ രാവിലെ 9 മണിക്ക് മുമ്പ് വരണം. ഓക്കെ ഗൈസ്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുത്ത് കളിക്കുന്നുണ്ട്. വഞ്ചിയിൽ ഒരു കുടം പൂവായിട്ട് ഇത് ആ വഞ്ചിയിലുള്ള ടീം പോകുന്നുണ്ട്. ഇവിടെ നിന്ന് പൂ പറിക്കാൻ പാടില്ല, അവർ വേറെ സ്ഥലത്ത് നിന്ന് പറിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. നമുക്ക് എന്തായാലും ഇവിടെ വെച്ച് നല്ല ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവാം. ഇതേ ഒരു എന്താ പേര്? കൊക്ക്. കൊറ്റിയല്ല, കൊക്ക്. കൊക്കല്ലേ അത്? ആ ഗൈസ്, അത് ശരിയാണല്ലോ ഗൈസ്. ആ പൂവിനെ ശ്രദ്ധിച്ചോ? ആ പൂ വേണമെങ്കിൽ ഒരെണ്ണം പറിക്കാം. ആ പൂ പറിക്കണമെങ്കിൽ പ്രശ്നമില്ല. നമ്മുടെ അരക്ക് വെള്ളം അതല്ലേ കൂടെ നടന്നു പോകുന്നുണ്ട് ഗൈസ്. കണ്ടോ? മീനെ പിടിക്കാനുള്ള നടത്തമാണ്. പക്ഷെ അവന് മീനെ കിട്ടിയിട്ടില്ല. അവൻ്റെ ആ ഒരു നോട്ടം കാണുമ്പോൾ അറിയാം പാവം വിശന്നിരിക്കാൻ തോന്നുന്നു. ആ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ആ ഗൈസ്, നമ്മളിപ്പോൾ കണ്ട പൂവ് ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ. എവിടെ എവിടെ നിർത്തേച്ചി ആ ഭംഗിയുള്ള പൂവ്? അത് പറിച്ചോ. തീരാ പൂ പറിച്ചേ. കിട്ടിയ നിക്ക് ഞാൻ മറിക്കാം. ഗൈസ്, ഈ പൂവുണ്ടോ? ഗൈസ്, ഈ പൂവ് ഇത് ശരിക്കും നമ്മൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറിച്ചാണ്. ഓക്കെ. ചേട്ടാ, ഈ പൂവിന്റെ പേരെന്താ? പോളയുടെ പൂ. ഗൈസ്, ഇത് പോളയുടെ പൂ. ഇത് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു എതളിൽ മാത്രമാണ് ഈ ഒരു പെർട്ടിക്കുലർ ഡിസൈൻ ഉള്ളത്. നമ്മുടെ പ്രകൃതിയുടെ ഓരോരോ ക്രിയേഷൻസ്. അതെ, നല്ല ഭംഗിയുടെ നല്ല ഡിസൈൻ. ഓക്കെ, അത് അടുത്ത ആൾ ചോദിച്ചിട്ടുണ്ട്. അത് പോയി ഗൈസ്. അതിൻ്റെ എടാ ഒരു ഫോട്ടോ എടുത്തോട്ടെ മാമൻ. ഓക്കെ ഗൈസ്, ഭാഗ്യം ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട് നമുക്ക്. എന്നാ പനു കളയെടുത്തിട്ടാ പനു പോവാ. ഓക്കെ, ബാ ചേട്ടൊരു ഫോട്ടോ എടുത്തു ഞങ്ങൾക്ക് ഗൈസ്. അപ്പോൾ ഫോട്ടോ സെക്ഷനിലേക്ക് പോകണം നമ്മൾ. ഫോട്ടോ എടുത്തിട്ട് വരാം ഗൈസ്. സൈച്ചേട്ടനൊരു നല്ല ക്യാമറാമാൻ കൂടിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും 9 മണിക്ക് മുമ്പ് വരാൻ ശ്രദ്ധിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ പോയി ബാ അളിയ സെൽഫി എടുക്കും. നമുക്ക് ഇവിടെ ഇരുന്നാൽ മതിയില്ലേ ഗൈസ്? ഇവിടെ ഫോട്ടോ സെക്ഷൻ നടക്കുകയാണ്. മോഡൽ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതാ ഇവിടെ ഫോട്ടോ അറേഞ്ച്മെന്റ്സ് ഒക്കെ നടക്കുകയാണ്. അവിടെ ഒരു കപ്പിളുണ്ട് ഗൈസ്. ഓക്കെ, ഇപ്പൊ പൂവൊക്കെ വാടി കണ്ടോ ഗൈസ്? ശരിക്കും വാടി നിൽക്കുകയാണ് പൂവൊക്കെ. അപ്പം നമുക്ക് പറഞ്ഞ പോലെ അടുത്ത നിങ്ങൾ വരുമ്പോൾ 9 മണിക്ക് മുമ്പ് വരണം. ഒന്ന് ആലോചിച്ച് 9 മണിക്ക് മുമ്പ് ഇതൊക്കെ നല്ല വിടർന്ന് നിൽക്കണം കാണുമ്പോൾ ഉള്ള ആ ഭംഗി അത് അടിപൊളിയായിരിക്കും. ഓക്കെ, കൊച്ചിന്റെ മുഖത്തുനിന്ന് അത് മാറ്റി. നമ്മൾ അങ്ങനെ തിരിച്ചു പോവുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ മലരിക്കൽ. ഓക്കെ, വിത്ത് സജിച്ചേട്ടൻ. ഞങ്ങൾ എണീറ്റിരിക്കാണ് ഗൈസ്. ചെറുതായിട്ട് വഞ്ചി ആടുന്നുണ്ട്. പേടിക്കണ്ട, ഓക്കെ ഗൈസ്. അതല്ല ചോദിച്ചേ, ഇപ്പം അളയാ വോളി ഓഫ് ഇത് ഇതുണ്ടല്ലോ. ഏതാ ഇപ്പം ഈ ആമ്പലുണ്ടായല്ലേ? ഇത് ചെളിയിലുണ്ടാവും ആമ്പല്. അപ്പം എങ്ങനെ ചെളിയായി? ഓക്കെ ഓക്കെ. അപ്പം കൃഷി കഴിഞ്ഞ് പിന്നെ അവിടെ പിന്നെയും ഇവിടെ വെള്ളം കയറുമ്പോൾ താനെ അല്ല നട്ടതും പിടിച്ചൊന്നുമല്ല. അപ്പം കൃഷി നടത്തുമ്പോൾ അതിൻ്റെ ഇത് പോവില്ലേ ആമ്പൽ?
ആ ഓ താഴെ കിടക്കും. അത് പിന്നെ കൃഷി കഴിഞ്ഞ് പിന്നെ വെള്ളം കയറുമ്പോൾ രണ്ടാമത് പിന്നെയും മുളച്ചു വരും. ഓ ഓ ഓ അത് കൊള്ളാം. എല്ലാ വർഷവും കൃഷിയുള്ളതല്ലേ ഏട്ടാ? അപ്പോൾ ഇത് വെള്ളം കയറുന്ന സ്ഥലമല്ലേ? ആ എന്നിട്ട് മറ്റേ മട പോലെ കിട്ടും, മറ്റേ ഇതുപോലെ ഈ ഒരു പാടം. ഓ ഓ ആ മനസ്സിലായി. ആ കാണുന്ന ബൗണ്ടറി അല്ലേ? എൻ്റെ അമ്മ, ഇതാരുടെയാ ഈ സ്ഥലം? ആണല്ലേ? ഓക്കെ ഓക്കെ. ഓ അപ്പോൾ മൊത്തം മറ്റേ വിളഞ്ഞെടുക്കാൻ നല്ല ഭംഗി അല്ലേ? അപ്പോൾ ഏത് ടൈമിലെ കൃഷി? നല്ലതായിരിക്കും. ആ ആ അപ്പോൾ ആണോ? അത്രയും ആളിരുന്ന് പറ്റിക്കണം? അയ്യോ. ആ ആ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ 4 മാസം കൃഷി. ആ കൃഷി കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളം കയറ്റും. രണ്ടാമത് ഒരു വർഷം നിങ്ങൾ വെള്ളം അടിച്ചു വരുമോ അതോ മഴയത്ത് വരുമോ? ആ ഓ തിരിച്ച് അങ്ങോട്ട് അടിച്ചുവിടാൻ മാത്രമേ പ്രശ്നമുള്ളൂ. ഓ ഓക്കെ ഓക്കെ. ഓ അപ്പോൾ ഇത് ടൂറിസ്റ്റ്. അപ്പോൾ ഇപ്പം ഇതിൻ്റെ ഓണർമാർക്ക് വല്ല ബെനിഫിറ്റും ഉണ്ടോ? ഇല്ല. ഈ വഞ്ചി ഇവിടെ ഓടിക്കുന്നതിന് ആ അതിനുള്ള മെച്ചമുണ്ടോ? ആ നിങ്ങൾ ഈ ടൈമിൽ മാത്രം കൊണ്ടുവരുന്നതാണോ? റെന്റിനല്ല, സ്വന്തമായിട്ട്? അപ്പൊ ആണോ? കൃഷിക്ക് എന്തിനാ നിങ്ങൾക്ക് ബോട്ട്? ആ ഓ ഓ കയറി ഇറങ്ങി. ആ ഓ ഓ ഓ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് വേണം. ആ അപ്പം നിങ്ങൾക്ക് എത്ര ഏക്കർ ഉണ്ട് ചേട്ടന് കൃഷി? ഓ ഓക്കെ ഓക്കെ. അത്രയും ദൂരത്താണ് ചേണ്ട ഏരിയ അല്ലേ? കൊണ്ടുതന്നെ. ഓ ഓ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നടന്നുകൊണ്ട് പറ്റത്തില്ല. ഓ അപ്പോൾ ഇതിലേ പോയി കായലിൻ്റെ സൈഡിൽ നിന്ന് അവിടെ ഇറക്കി അവിടെ നിന്ന് നടത്തും. ഓക്കെ ഓക്കെ. ഒരുപാട് ആൾക്കാർ ബോട്ടിങ് കഴിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും പാടി നിൽക്കാട്ടോ. നമ്മൾ വന്നപ്പോൾ കുറേ വിരിഞ്ഞ് നിൽക്കണ്ടായിരുന്നെങ്കിൽ ഇപ്പം എല്ലാം ഇതായിട്ട് നിൽക്കാണ്. പേടിക്കണ്ട. ഗൈസ് നമ്മൾ മലരിക്കൽ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ കായലാണ്. ഒരു മട പോലെ കെട്ടിയിട്ടാണ് ഇവിടേക്ക് ഒരു വെള്ളം ഇതാക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത മാസമാണ് സീസൺ, ജൂലൈയിൽ. അപ്പം നിങ്ങളെല്ലാവരും ജൂലൈയിൽ വരാം. അതുപോലെ തന്നെ കണ്ടോ, ഇത് ഇവിടെ ബോട്ട് പോകാൻ വേണ്ടി ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി 2 സൈഡിലും അമ്പലമാണ്. വന്നപ്പോൾ നമുക്ക് ഇതിൻ്റെ അത്ര കവറേജ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിപ്പോൾ പറയാതിരുന്നാണ്. എല്ലാം കണ്ടോ വാടി വരാണ്. ഇനി 7 മണിക്ക്, രാത്രി 7 മണിക്ക് ഇന്ന് വിടുള്ളൂ. 9 മണിക്ക് മുമ്പ് വരണം ഗൈസ് നിങ്ങൾ. എന്നാലാണ് അതിൻ്റെ വ്യൂ ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് മുട്ട് പോലെ നിൽക്കുന്ന അമ്പലമൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഭംഗി നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു പൂവും നല്ലൊരു ഇതാണ് ഗൈസ്. അങ്ങ് അറ്റാണ് വെള്ള അമ്പലിൻ്റെ സ്ഥലം. അവിടെയാണ് ഗൈസ് വെള്ള അമ്പലിൻ്റെ സ്ഥലം. നമ്മുടെ സൈച്ചേൻ്റെ ബോട്ടിൽ കയറിയാൽ മതി. സൈച്ചേട്ടൻ എല്ലാം അറിയാം. സൈച്ചേട്ടൻ ഈ ഏരിയയുടെ ആളാണ്. നേരത്തെ പറഞ്ഞ പോലെ സൈച്ചേട്ടൻ ഇവിടെ കൃഷിയുള്ളതാണ്. ഇത് പാടമാണ്, പാടത്ത് വെള്ളം കയറുന്നതാണിത്. ഓക്കെ ഗൈസ്, നമ്മളിത് എത്താറായി. അതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. വാ നീ പിടിച്ചോ കൊക്കിനെ. ഉണ്ടോ ഗൈസ്, ഇവിടെ ഇതൊക്കെ മുട്ടായി. ഇതൊക്കെ പൂത്ത് നിൽക്കുമ്പോൾ ഉള്ള ഭംഗി, നമ്മൾ മലരിക്കൽ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഉള്ള ഇതാണ്. നമ്മൾ ഇന്ന് ഇത്തിരി ലേറ്റായി ഗൈസ് ഇവിടെ എത്താൻ. നമുക്കറിയില്ലായിരുന്നു 9 മണിക്ക് മുമ്പ് എത്തണം എന്ന്. സാരമില്ല, നമ്മൾ അടുത്ത അവിടെ വന്ന് ഇതെല്ലാം പൂത്ത് നിൽക്കുന്ന നല്ല അടിപൊളി വീഡിയോ എടുക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.
ഇവിടെ പിള്ളേർക്ക് പല ആഗ്രഹം വെള്ളത്തിൽ മുക്കാൻ വേണ്ടിയിട്ട് പലതും തോന്നും, പക്ഷെ അതൊന്നും ചെയ്യരുത്. ആണ്. ഓക്കെ ഗൈസ്, ബൈ ഫ്രം SKVK സ്റ്റോറീസ്. സൈച്ചേട്ടാ ടാറ്റോ എടുത്തേ. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അളിയാ വാ വാ വാ, വിജയ് വീഡിയോ എടുക്കുന്നു. ഇവിടെ നോക്ക്. ഹായ് ഗൈസ്. വീഡിയോ ഡൂഡു അനക്കല്ലേ ഡൂഡു. ഇങ്ങോട്ട് അവരേ ഉള്ളൂ. അമ്പാനെ കഴിയുന്നേ. ഓക്കെ ഗൈസ്, ബൈ ഫ്രം SKVK സ്റ്റോറീസ്. കപ്പയും മീനും. ഗൈസ്, നമ്മൾ മറ്റു വണ്ടികളെ കണ്ട പോലെ തന്നെ നമ്മളും അമ്പലം വാങ്ങിച്ച് വണ്ടിയുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ബൈ ഫ്രം SKVK സ്റ്റോറീസ്. ഇതൊരു വെറൈറ്റി പാലമുണ്ടോ ഗൈസ്?